ഈ വീട്ടിൽ ഭയങ്കര പ്രഷറാണ്. കാരണം ജോലിയും ഒന്നും ഇല്ലാണ്ടിരിക്കില്ല. സി സിയിൽ മാത്രമേ ഉള്ളൂ. കാരണം ഉള്ള ജോലിയും, ഞാൻ മെഡിക്കൽ റെപ്പായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ജോലിയും വിട്ടിട്ടാണ് നേരെ ഈ മെഡിക്കൽ റെപ്പില്ല, മാനേജറായിരുന്നു ഞാൻ. അപ്പോൾ പ്രൊമോഷനൊക്കെ ആയിട്ട് മാനേജറായിട്ട് നല്ല രീതിയിൽ നിന്നുകൊണ്ടിരുന്ന സമയത്താണ് ജോലിയും റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ഇതിലോട്ട് വന്നത്. പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ വർക്കൊന്നുമില്ല. സി സിയിൽ കളിക്കുമ്പോൾ ഉള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ആരും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മളെ കാണുന്നില്ല, ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം വീട്ടിലൊക്കെ ഭയങ്കര പ്രഷറായി. അപ്പോൾ തിരിച്ച് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നോക്കി നിൽക്കണ്ട, വീണ്ടും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും കമ്പനിയിൽ ജോയിൻ ചെയ്യാം എന്നുള്ള പ്ലാനിൽ അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം കോൾ വന്നു. ഒരു ഓഡീഷനും കൂടെ ഉണ്ട്, അപ്പം ഇങ്ങനെ വരണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ ഓഡീഷന് ഞാൻ പോയ സമയത്ത് ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ള ആണായിട്ട്, ബാക്കി എല്ലാവരും പെമ്പിള്ളേരായിരുന്നു. അപ്പോൾ അതെല്ലാം അന്ന് അവിടെ അവർ ഷൂട്ട് ചെയ്തു. അത് പക്ഷേ നമുക്ക് ആ ഡയലോഗ്സ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഡെലിവറി ചെയ്യണം എന്നുള്ളത് മാത്രമേ നോക്കിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് നമ്മൾ എല്ലാവരും പറഞ്ഞു വിട്ടു, അതിന് നമ്മൾ ഒരു ദിവസം അറിയിക്കാം, അപ്പോൾ ആരൊക്കെ സെലക്ട് ആയിട്ടുണ്ടെന്ന് പറയാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടും കോളൊന്നും കണ്ടില്ല. അപ്പം എൻ്റെ അടുത്ത് അന്ന് ഈ ദീപ്തിയുടെ ചേട്ടൻ്റെ റോളാണ് എനിക്ക് തന്നത്, അന്ന് ഓഡീഷൻ ചെയ്തത്. അപ്പം ചേട്ടൻ്റെ റോൾ എന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് കൺട്രോളർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഒരു ക്യാരക്ടർ ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ക്യാരക്ടർ എന്നൊന്നും പറഞ്ഞില്ല. അപ്പം എനിക്ക് ഫീൽ ചെയ്ത ഈ ചേട്ടൻ്റെ ക്യാരക്ടർ തന്നെയാണ് ഫിക്സ് ആയിട്ടുണ്ട്. അപ്പം ഷൂട്ടിൻ്റെ ഡേറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളും പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയാം. 2 ആഴ്ച കഴിഞ്ഞാൽ ഷൂട്ട് തുടങ്ങും. അപ്പോൾ ആ ഡേറ്റിന് മുമ്പായിട്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ള പറയാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ. അപ്പോൾ ഒരു സമാധാനം, ഒരു ക്യാരക്ടർ ഫിക്സ് ആയില്ല.